അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. മുഹ്യിദ്ദീൻ ശൈഖ് ഇവിടെ വയനാട്ടിൽ വന്നു എന്നപ്പോ പറയണത്. അതും വന്നത് ഇവിടെ പച്ചക്കുതിരമ്മ കണ്ടോ. നോണ പറയുമ്പോ അള്ളാഹ് പൊളിക്കണില്ലേ. ദുനിയാവുണ്ടോ പച്ചക്കുതിര? ഒരുപാട് ഈ കറുപ്പ എന്തെങ്കിലും പറഞ്ഞ ഒപ്പിക്കായിരുന്നു. പക്ഷെ പച്ചക്കുതിര പറഞ്ഞത്. ഈ കളവിനൊരു സ്വഭാവം ഉണ്ട്. അതൊരു മനഃശാസ്ത്രമാണ്. അതായത് അന്വേഷണ സംഘത്തിനറിയാം ഒരു കളവ് നടന്ന എന്തെങ്കിലും ഒരു അവിടെ വിട്ടേച്ച് പോകാതിരിക്കൂല. ഒരു മുടിയെങ്കിലും അവിടെ കൊഴിയും, അല്ലെങ്കിൽ ബട്ടൺസ് ഒരു എന്തെങ്കിലും അവിടെ ഉണ്ടാവും. അതേപോലെ അങ്ങനത്തെ ഒരു കളവിന്റെ അടയാളാണ് ഈ പച്ചക്കുതിര. മുഹ്യിദ്ദീൻ ശൈഖ് വയനാട് പച്ചക്കുതിരന്റെ പുറത്ത് വന്നു. ആരാ പറഞ്ഞു? കാളി പറഞ്ഞു. എന്റെ പൊന്നാര സഖാഫിമാർ, നിങ്ങളൊക്കെ ഒരു കഥ. അത് വലിയ ധീരായിട്ട് കൊണ്ടു നടക്കണം മുഹ്യിദ്ദീൻ ശൈഖിനെ ഹാജരാക്കാൻ. ഹാദിറു യാ ഹാദിറു. അതിനും ആൾക്കാർക്ക് പൈസ വാങ്ങാം. എന്നിട്ട് ഇതൊക്കെ എപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് അറിയോ? എപ്പോ നോക്കി നിങ്ങളും ഇപ്പോ കഴിഞ്ഞ ഒരു മാസം ജീലാനി ദിനം, അതിന്റെ മുമ്പേ നബി ദിനം, ഇനി വരാൻ പോകുകയാണ് പിന്നെ റിഫായി ദിനം. ഓരോ മാസവും വകുപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് ജീവിക്കാൻ. അതങ്ങനെ നബി ദിനം, പിന്നെ ജീലാനി ദിനം, പിന്നെ നബി ദിനമായിട്ട് ഇങ്ങനെ പോവുക. ഈ ജീലാനി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൊല്ലുന്ന കുത്തുബിയത്തും ജീലാനി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന മുഹ്യിദ്ദീൻ മാലയും മുഹ്യിദ്ദീൻ മൗലിദും മുഹ്യിദ്ദീൻ റാത്തീബും പറയും. ഇതെങ്ങനെ ദീനാകുക? 400 കൊല്ലം പ്രായ മുഹ്യിദ്ദീൻ മാലക്കുള്ളൂ. 200 കൊല്ലം പ്രായം മാത്രമേ റിഫായി മാലക്കുള്ളൂ. കുത്തുബിയത്തോ ഒരു 360 കൊല്ലം. കാരണം അത് എഴുതിയ ആള് മരിക്കണത് 1115-ലാണ്. അതായത് മുഹമ്മദ് അബ്ദുൽ വഹാബ് ജനിക്കണ കൊല്ലാണ് ഇയാൾ മരിക്കണത്. അപ്പൊ ഒരു 360 കൊല്ലം ആയിട്ടുള്ളൂ. അതിനു മുമ്പൊന്നും ആരും ഇത് കണ്ടിട്ടില്ല. ഏത് കുത്തുബിയത്ത് കണ്ടിട്ടില്ല? ഇപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, തുൽഹത്തും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, സഈദും ഫിൽ ജന്ന, അബ്ദുറഹ്മാൻ ബിൻ ഔഫും ഫിൽ ജന്ന, ഉബൈദത്തും ഫിൽ ജന്ന. ഇങ്ങനെ എണ്ണി പറഞ്ഞു പല ആളുകളെയും പേരുകൾ. അവർ കുത്തുബിയത്ത് കണ്ടിക്കണോ? ഒന്ന് ആലോചിക്കും. അവരാ കുത്തുബിയത്ത് കണ്ടാലല്ലേ കുത്തുബിയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പാതയാകുക. അപ്പൊ അത് കാണാതെ സ്വഹാബത്ത് ജീവിച്ചു എങ്കിൽ സ്വർഗത്തിലേക്കുള്ള പാത ഏതാണ്? സ്വഹാബത്തിന്റെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പാതയാണ്. കുത്തുബിയത്ത് അവർ കണ്ടിട്ടില്ല. അപ്പൊ അതാ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണ് കുത്തുബിയത്ത്. കാരണം ഈ അടുത്തുണ്ടായതാ. മാത്രമല്ല ഇന്ന് എന്തൊക്കെ പുതിയതുണ്ടോ, മേഡ് ഇൻ പൊന്നാനി, ഇങ്ങനല്ലേ? മേഡ് ഇൻ തമിഴ്നാട്, അതാണ് കുത്തുബിയത്ത്. മേഡ് ഇൻ മൊറോക്കോ, അതാണ് നാസിയത്ത് സലാത്ത്. പിന്നെ നമ്മുടെ ബുറൈദല്ല ബുർദ. ഇങ്ങനെ പല ജാതി. അത് ചിലത് കോഴിക്കോട്ടുനിന്ന്, ചിലത് മൊറോക്കോന്ന്, ചിലത് പൊന്നാനിന്ന്, ചിലത് പിന്നെ ഓക്കെ ഉസ്താദിന്റെ അവിടുന്ന്, ചിലത് കുണ്ടൂരിന്ന്, മക്കത്തുനിന്ന് മദീനത്ത് വന്നൊന്നുമില്ല. അതാണ് ഇസ്ലാം. ആ ഖുർആനും ഹദീസും. അത് വഹയാണ്. ഇതൊക്കെ എത്ര എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. നമ്മളെ തലയെക്കെട്ട് കുറച്ച് ചെവിന്റെ മുകളിൽ നമ്മൾ കുനിച്ചാൽ മതി. എന്നാൽ ചെവിന്റെ ഉള്ളിൽ കൂടെ കിട്ടും. വളരെ നിസ്സാരമായ വളരെ സിമ്പിളായ വിഷയങ്ങളാണ്. മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇസ്ലാമിനെ കുറിച്ച്. അങ്ങനെ പിൽക്കാലത്ത് കടന്നു വന്ന ഈ 400-ാം വാർഷികമാണ് ഇപ്പൊ അടുത്ത കാലത്ത് ആഘോഷിച്ചത്. 10 കൊല്ലം മുമ്പ് മുഹ്യിദ്ദീൻ മാലയുടെ 400-ാം വാർഷികം ആഘോഷിച്ചു. നിങ്ങൾ പഠിച്ചോളൂ. ഇന്നെ പറഞ്ഞറിയോ? ഇന്ന് സമൂഹത്തിന്റെ ദീന് പറഞ്ഞാൽ എന്താ? സമൂഹത്തിന് മതം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബൈത്തും മാലിയും റാത്തീബും അങ്ങനെയുള്ള സകല ഗുലാബി കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ദീനാവുള്ളൂ എന്നാ. അപ്പൊ അതാ ചന്ദനക്കുടം എന്നുള്ള പേരും പറഞ്ഞിട്ട് ഇപ്പൊ വരുന്ന വഴിക്ക് ഞാൻ നടാടൊക്കെയാണ് ഈ ജാതിയൊക്കെ. ആണും പെണ്ണും കൊണ്ട് അച്ചാറും വെള്ളുള്ളി നാരങ്ങ അച്ചാട്ടമായിരിക്കും. ഒരു പെണ്ണ് പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചു പോകുന്ന ഹറാമാണ്, ഫിത്നയാണ്. ഇങ്ങോട്ട് അറിഞ്ഞു എന്തൊക്കെ ഫത്വേ, ഈ ഫത്വ അവിടെ അല്ലേ? നമ്മൾ ചിന്തിക്കുന്നില്ലേ? ഇതൊന്നും നമ്മൾ കാണുന്നില്ല. എന്നിട്ട് അവിടെ കൗണ്ടറാണ്. എന്താണ്? ദുആ കൗണ്ടർ. കായുണ്ടാക്കാൾ ഏർപ്പാട് നോക്കിങ്ങൾ ആരെ പറ്റിക്കണ മനുഷ്യന്മാർ. ദുആ കൗണ്ടർ, മക്ബറിന്റെ കൗണ്ടർ വേറെ, ഖുർആന്റെ ഓരോന്ന് വേറെ. എന്നിട്ട് അവിടെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും പേര് ചന്ദനക്കുടം, നേർച്ച, പൂരം. ഇസ്ലാമിലുണ്ട് ഈ ജാതി ഏർപ്പാടുകളൊക്കെ. ആണും പെണ്ണും കൂടി കലമ്പി, അതിന് ഡ്രസ്സും ശരിയല്ല, വസ്ത്രവും ശരിയല്ല. ഇതൊക്കെ നമ്മളൊക്കെ മരിച്ചു പോകാനുള്ള കൗമല്ല നമ്മളൊക്കെ. എവിടെ ഇതൊക്കെ കാണുമ്പോ അതിനെതിരെ സംസാരിക്കുന്ന ഉസ്താദുമാരെവിടെ? ബിദ്അത്തുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ പണ്ഡിതന്മാരൊക്കെ ഇത് കാണുമ്പോ നിശബ്ദത പാലിക്കുക. ഇതൊന്നും ഇസ്ലാമല്ല. നമുക്ക് ആർക്കും എന്ത് തോന്നിയാലും ശരി, ചില സത്യമാണ് ഈ പറഞ്ഞതൊക്കെ. അങ്ങനെ ഖബർ കെട്ടിപ്പൊക്കുന്ന ഏർപ്പാടിനെ ഇസ്ലാമിലില്ല. ഞാൻ ആ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് വരാം. അള്ളാഹിന്റെ മതം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു തആല പൂർത്തിയാക്കി കഴിഞ്ഞ മതമാണ്. ഇപ്പൊ ആഘോഷിച്ചത് 400-ാം വാർഷികമാണ് മുഹ്യിദ്ദീൻ മാലയുടെ. ആളുകളെ പറഞ്ഞ് പറ്റിച്ചു. ഇതിങ്ങനെ ചൊല്ലിയാല് സ്വർഗമുണ്ട്. അതാണ് പ്രശ്നം. ഇത് ഞങ്ങളുടെ സമസ്ത മതമാന്ന് പറഞ്ഞു കൊണ്ടുപോയാൽ വേറെ ഒരു പ്രശ്നവുമില്ല, ആരും ചോദിക്കാനും വരൂല. പക്ഷെ അക്കൗണ്ട് വെക്കുന്നത് സുന്നത്ത് ജമാഅത്തിലേക്കാണ്. എന്താ പറഞ്ഞത്? മൊഴിയൊന്നും കളയാതെ പിഴയാതെ സ്വന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ.
ഒരു തെറ്റും കൂടാതെ മുഹയ്യദ്ദീൻമാല ചൊല്ലിയാൽ സ്വർഗം തരാന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. നീ എവിടെ പറഞ്ഞു? അള്ളാഹിന്റെ പേരിൽ പച്ച നുണ പറയും. എന്താ ഈ പറഞ്ഞത്? തെറ്റുകൂടാതെ പിളവ് കൂടാതെ മുഹയ്യദ്ദീൻമാല ചൊല്ലിയാൽ മണിമാടം സ്വർഗത്തിൽ തരാൻ നായൻ കൊടുക്കുമേ അള്ളാഹ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനുണ്ടോ? നമ്മൾ ഒരുപാട് ഹദീസുകളിൽ പഠിച്ചു. ആരെങ്കിലും അള്ളാഹിന്റെ മാർഗത്തില് ഒരു പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളി ഉണ്ടാക്കിയ ആളുകൾക്ക് പിന്നെ എന്താ പറയാ, സ്വർഗം തരാ ഹദീസിലുണ്ട്. ഒരു ദിവസം നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ റവാത്തിബ് നമസ്കാരങ്ങൾ നിർവഹിച്ചാലും സ്വർഗത്തിൽ വീടുണ്ട് ഹദീസിലുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇങ്ങനെ സ്വർഗം തരാമെന്ന് മുഹയ്യദ്ദീൻമാല 400 കൊല്ലം മുമ്പുണ്ടായത് ആരാ പറഞ്ഞത്? അതാണ് പറഞ്ഞത്. അള്ളാഹു തആല പരിചയപ്പെടുത്തിയില്ലേ, യക്തുബൂനൽ കിതാബ ബി ഐദീഹിം, സ്വന്തം കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കുക. സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ, എന്നുള്ളത് അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ളതാണെന്ന് പറയും ചെയ്യാം. മതത്തിന്റെ നിറം കൊടുക്കുക, അങ്ങനെ ആളുകളെ കൊണ്ട് ചൊല്ലിപ്പിക്കുക. ആളുകൾക്ക് ഇതൊക്കെ ഒറ്റയ്ക്ക് ചൊല്ലാൻ അറിയില്ല. അപ്പൊ ചൊല്ലാൻ അറിയുന്ന നമ്മൾ അവിടെ ഇങ്ങനെ വരണം, എന്നാൽ അതൊരു ഏർപ്പാടായി മാറണം. എന്നാൽ അതിന്റെ പേരിൽ ചൂഷണങ്ങൾ എന്തൊക്കെയാണ്? വളരെ അപകടം നിറഞ്ഞ വരികളാണ് ഈ മുഹയ്യദ്ദീൻമാലയുള്ളത്. അതും ദീനിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുക. അത് ചൊല്ലാത്തവനോ ഓ വഹാബിയാണ്, പുത്തമാദിയാണ്, സലാം പറയാൻ പാടില്ല, മുണ്ടാൻ പാടില്ല. ഇതൊക്കെ ചൊല്ലുന്നത് നിങ്ങൾ മുണ്ടായിരിക്കാൻ നല്ലത്. ഇതൊക്കെ ചൊല്ലുന്നവരെ ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്താ കാരണം എന്നറിയോ? ഞാൻ കുറച്ച് പറഞ്ഞുതരാം. മുഹയ്യദ്ദീൻമാലയിൽ പുതിയ മുഹയ്യദ്ദീൻമാല ഒന്നുണ്ട്. പഴയത് പോരാത്തതിന് പുതിയത് ഉണ്ടാക്കിയതാ. അതില് അള്ളാഹുവിന്റെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മുഹയ്യദ്ദീൻ ശേഖരുണ്ടെന്ന് പറയാം. ഇതൊക്കെ ബിദ്അത്തുമെന്നും വിട്ടുപോകുന്ന കാര്യാട്ടോ. നമ്മളെ ഇസ്ലാമെന്ന് പുറത്താക്കുന്ന പണികളാ ചിലതൊക്കെ. പക്ഷെ ദഫിന്റെ ഡും ഡും എന്നുള്ള മുട്ടും ഇതിന്റെ സൗണ്ടും കൂടി കേൾക്കുമ്പോൾ എന്താ പറയുന്നത് മനസ്സിലാകൂല എന്ന് മാത്രം. ഞാൻ സാമ്പിളിന് വേണ്ടി പറഞ്ഞുതരാം. മുഹയ്യദ്ദീൻ ശേഖനെ കുറിച്ചിട്ട് മുഹയ്യദ്ദീൻമാലയിൽ പറഞ്ഞു നോക്കി നിങ്ങൾ. അള്ളാന്റെ അസ്മാ 99 എണ്ണം ഇസ്മുകൾ ഉണ്ടീവർക്കെന്നോവർ. അള്ളാന്റെ അതേ 99 ഇസ്മുകൾ മുഹയ്യദ്ദീൻ ശേഖനുണ്ട്. കുറവ് വരാൻ പാടില്ലല്ലോ. 99 നാമങ്ങൾ മുഹയ്യദ്ദീൻ ശേഖനുണ്ട്. പേരിന്റെ അടുത്തുള്ള കൂലി ഇവർ നാമം പറഞ്ഞോരിൽ നൽകും ഞാൻ അല്ലാഹു ചൊന്നോവർ. എങ്ക ചൊന്ന് ചുമ്മാ പൊളി പേസരുത് അള്ളഹാനെ പറ്റിയിട്ട്. അല്ല ചൊന്നോവർന്ന് എന്താ ചൊന്നതെന്നറിയോ? മുഹയ്യദ്ദീൻ ശേഖിന്റെ പേര് ചൊല്ലിയാല് എന്റെ പേര് പറഞ്ഞ അതേ പ്രതിഫലം ഞാൻ തരുന്നു. ഇതിലൊക്കെ എന്താ നമ്മൾ പറയാ? ഇതൊക്കെ ചിരിച്ചുകാണ്ട് പ്രസംഗിക്കാൻ പറ്റിയ കാര്യമൊന്നുമില്ല. ഗൗരവിച്ചു തന്നെ പറയാ. അപ്പൊ കേൾക്കുന്നവർക്ക് ദേഷ്യം വരും. അതിന് പിന്നെ പറഞ്ഞിട്ടെന്താ? ഇതിപ്പോ തമാശ കൂടെ പറയാൻ പറ്റിയ കാര്യമില്ലല്ലോ. അള്ളാഹിന്റെ പേര് പറഞ്ഞ അതേ പ്രതിഫലം മുഹയ്യദ്ദീൻ ശേഖിന്റെ പേര് പറഞ്ഞാൽ കിട്ടും എന്ന് അള്ളാഹു ചൊന്നോ പറഞ്ഞു. മാത്രമല്ല അള്ളാഹുവിന്റെ പേര് പറയാൻ ഓതു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. അത് അള്ളാഹ്ക്ക് ഇന്നലില്ലാഹി 99 പേരുകളുണ്ട്. അത് വല്ലവനും പറഞ്ഞാല് അത് ഇഹ്സാ ചെയ്താൽ, ഇഹ്സാ ചെയ്യാന്ന് പറഞ്ഞാൽ ചൊല്ലി പറയലും മാത്രമല്ല, അത് മനപ്പാടാക്കുക, അത് ചൊല്ലുക, അതിന്റെ മുഖത്തവയാത്ത്, അതിന്റെ അനിവാര്യതകൾ അനുസരിച്ച് ജീവിക്കുക. അതായത് അള്ളാഹ് സമീഅ എന്ന് പറഞ്ഞാൽ അപ്പൊ റബ്ബെന്നെ ഞാൻ പറഞ്ഞൊക്കെ കേൾക്കും, ഞാൻ നല്ലതേ പറയാവൂ. അള്ളാഹ് ബസീറ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നെ എപ്പോഴും കാണും, ഞാൻ നല്ലത് ചെയ്യാവൂ എന്ന് നിനക്ക് ജീവിക്കും വേണം. അതിനാണ് ഇഹ്സാ എന്ന് പറയാ. അങ്ങനെ ജീവിച്ചാൽ ദഖലൽ ജന്ന, സ്വർഗത്ത് പ്രവേശിക്കുന്ന. അതാണ് അള്ളാഹുവിന്റെ നാമങ്ങളുടെ പ്രത്യേകത. നമ്മൾ വീട്ടിലിരുന്നിട്ട് മാരിബിക്ക് ശേഷം വല്യമാരൊക്കെ ചൊല്ലുന്നതാണ് യാ മുഈദ് യാ മുജീബ്, അള്ളാഹിന്റെ 99 പേരുകൾ. ഇത് ചൊല്ലിയാൽ പ്രതിഫലമുണ്ട്. എന്റെ കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്നാൽ മുഹയ്യദ്ദീൻ ശേഖിനും അതേപോലെ 99 പേരുണ്ട്. ആ 99 പേര് കുത്തുബിയത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ 99 പേര് വല്ലവരും ചൊല്ലിയാലോ അള്ളാഹുവിന്റെ നാമം പറഞ്ഞ അതേ പ്രതിഫലം തരാമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഹയ്യദ്ദീൻ ശേഖിന്റെ പേര് ചൊല്ലുമ്പോ കേട്ടോളൂ, ഊതുവാതെ ഇല്ലാതെ പേരൈ പറഞ്ഞോരെ ഒക്കെ കഴുത്ത് മുറിച്ചീടയെന്നോവർ. മുഹയ്യദ്ദീൻ ശേഖിന്റെ പേര് ഒന്നുമില്ലാണ്ട് വല്ലവനും പറഞ്ഞ അപ്പൊ അവനെ കഴുത്ത് മുറിഞ്ഞാണ് പോകും. സാധുക്കൾ എത്ര ആൾക്കാരെ കഴുത്ത് മുറിഞ്ഞു എന്നറിയോ? കാരണം ഈ സാധു ഇപ്പൊ ഈ ചർത്തും പറഞ്ഞൊന്നും പഠിച്ചിട്ടില്ല. അവൻ പഠിച്ച ചർത്തും പറഞ്ഞ നിസ്കാരത്തിന്റെ ശുറൂത്തു സ്വലാത്ത്, ആദാബു സ്വലാത്ത്, അർക്കാനു സ്വലാത്ത്, സുനനു സ്വലാത്ത്, ഫറായിദു സ്വലാത്ത്, ഇതൊക്കെ മദ്രസയിൽ നിന്ന് 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. 7 വരെ പഠിച്ചാലും ഈ ജാതിയൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഇങ്ങനെ ഖുറാബാത്തിന്റെ മൊയ്ലിയമാരെ കായ്പിരിക്കണ വയലിന്ന് കേട്ടതാണ് ഇതൊക്കെ ചൊല്ലി അങ്ങനെ കിട്ടുന്നു. അങ്ങനെ ചൊല്ലിയപ്പോ ഓനെ കഴുത്തിങ്ങനെ മുറിയ ഒക്കെ നോണയണേ. അള്ളാർക്കൊന്നല്ലല്ലോ, കഴുത്തിങ്ങനെ മുറിഞ്ഞു പോകുക. അപ്പോഴോ മുറിയുമ്പോൾ ഹാജാറായി മകനെ മാക്കാമീത് വേണ്ടം നൂരത്തോവർ. അപ്പൊ ഓരോരുത്തരും ഒന്നുമില്ലാണ്ട് മുഹയ്യദ്ദീൻ ശേഖിന്റെ പേരിങ്ങനെ ചൊല്ലുമ്പോ കഴുത്തിങ്ങനെ മുറിഞ്ഞു പോകുക. അപ്പൊ ഹാജാ റസൂലുള്ള ഹാലിറായത്. ഇവർക്കിത് വലിയ എളുപ്പം, റസൂല് ഹാലിറാക്കല്. അത് വേറെ കച്ചവട. 10,000 സ്വലാത്തി ചൊല്ലി എല്ലാവരും ചൊല്ലിക്കാണ് സല്ലല്ലാഹു മുപ്പരണം പോവും. ബാക്കി ഞങ്ങൾ ചൊല്ലിക്കോളുക. ഇവർക്ക് ഇതിനകത്തൊന്നുമില്ല.
അങ്ങനെയാണല്ലോ, ശൈലി തന്നെ അങ്ങനെയാണ്. സല്ലല്ലാഹു കണ്ട് ഉപരി ചാടിക്കാൻ പോയിട്ട് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യില്ല. ഇതൊക്കെ ഒരു കച്ചവടത്തിന്റെ പണികൾ. 20,000 സ്വലാത്തില്ല റസൂൽ ഇങ്ങോട്ട് വരും. എവിടെ? ICUക്ക്, മറ്റേ ജർമ്മനിയിലെ ICUക്കാ കൊടുക്കുന്നത്. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ, മുഹ്യിദ്ദീൻ ശൈഖ് ഇവിടെ വയനാട്ടിൽ വന്നു എന്നപ്പോ പറയണത്. റാവി ആരാ? റാവി അല്ല, റാവിയത്താണ്, പെണ്ണാണ്, കാളി. മറ്റേ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. റാവിയത്ത് റിപ്പോർട്ടർ. അതും വന്നത് എവിടെ? പച്ചക്കുതിരമ്മേ. കണ്ടോ, നോണ പറയുമ്പോ അള്ള പൊളിക്കണില്ല. ദുനിയാവുണ്ടോ പച്ചക്കുതിര? ഒരുപാട് ഇനി കറുപ്പ എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കായിരുന്നു. പക്ഷെ പച്ചക്കുതിര പറഞ്ഞത്. ഈ കളവിനൊരു സ്വഭാവം ഉണ്ട്, അതൊരു മനഃശാസ്ത്രമാണ്. അതായത് അന്വേഷണ സംഘത്തിനറിയാം, എന്തൊരു കളവ് നടന്ന എന്തെങ്കിലും ഒരു അവിടെ വിട്ടേച്ച് പോകാതിരിക്കൂല. ഒരു മുടിയെങ്കിലും അവിടെ കൊഴിയും, അല്ലെങ്കിൽ ബട്ടൺസ് എന്തെങ്കിലും ഒന്നും അവിടെ ഉണ്ടാവും. അതേപോലെ അങ്ങനത്തെ ഒരു കളവിന്റെ അടയാളാണ് ഈ പച്ചക്കുതിര. മുഹ്യിദ്ദീൻ ശൈഖ് വയനാട് പച്ചക്കുതിരന്റെ പുറത്ത് വന്നു. ആരാ പറഞ്ഞു? കാളി പറഞ്ഞു. എന്റെ പൊന്നാര സഖാഫിമാർ, നിങ്ങളൊക്കെ ഒരു കഥ. അത് വലിയ ദീനായിട്ട് കൊണ്ടു നടക്കണം മുഹ്യിദ്ദീൻ ശൈഖിനെ ഹാജരാക്കാൻ. ഹാദിറു യാ ഹാദിറു, അതിനും ആൾക്കാർക്ക് പൈസ വാങ്ങാം. എന്നിട്ട് ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് അറിയോ, എറണാകുളത്ത് പണ്ടൊക്കെ ഈ മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ മുറാക്കബാണ്ട് സംഘം. മുഹ്യിദ്ദീൻ ശൈഖിന്റെ മുറാക്കബുണ്ട്, റിഫായ് ശൈഖിന്റെ മുറാക്കബുണ്ട്. ശൈഖന്മാരെ ഹാജരാക്കാൻ വീട്ടില്. അതാ നാട്ടിലെ ഉസ്താദ് പറയും, നിങ്ങളെ വീട്ടിൽ കുറെ കാലങ്ങളായിട്ട് പ്രശ്നങ്ങളും കാര്യമൊക്കെ ഉണ്ട്, അതൊക്കെ നീങ്ങി പോവാണെങ്കിൽ പരിഹാരമുണ്ട്, ഷെയ്ഖിനെ ഒന്ന് ഹാജരാക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെ ഷെയ്ഖ് എങ്ങനെ ഹാജറ? ഇതൊക്കെ ഹാജറാവുന്നു. ഹാജറാക്കാനുള്ള ഏർപ്പാടാണെന്ത്? രാത്രി എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് മുഹ്യിദ്ദീൻ ശൈഖിനെ 1000 തവണ വിളിക്കാം. 1000 തവണ വിളിക്കണം എന്നാണ്. അങ്ങനെ വിളിച്ചാൽ മുഹ്യിദ്ദീൻ ശൈഖ് ഉത്തരം നൽകും. അങ്ങനെ വിളിച്ചാൽ ഷെയ്ഖ് ഹാജറാവുകയും ചെയ്യും. അപ്പൊ വെളിച്ചം ഓഫാക്കും വീട്ടില്. ഇപ്പൊ പണി കുറച്ചൊക്കെ നിന്നുക്കോണു, കാരണം പിടിക്കപ്പെട്ടു. ലൈറ്റ് ഓഫ് ആക്കണം എന്താണെന്ന് വെച്ചാൽ 2 കാര്യം അതിനുണ്ട്. അതായത് ഒറ്റക്ക് വിളിച്ചാൽ എന്നാണ്. അപ്പൊ എല്ലാവരും പാടെ ഒറ്റക്കല്ല, എല്ലാ മൂലമാരൊക്കെ പാടെ കൂടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഒറ്റക്കാൻ തോന്നണമെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കിയാൽ മതി. അപ്പൊ ഞാൻ ഒറ്റക്കായല്ലോ. ഒറ്റക്ക പക്ഷിന്റെ അതേ സ്വഭാവ. ഞാൻ ഒറ്റക്കായി ലൈറ്റ് ഓഫ് ആക്കിയത്. പിന്നെ ലൈറ്റ് ഓഫ് ആക്കാൻ വേറെ ഒരു കാരണം കൂടിയുണ്ട്. എന്താ? ഷെയ്ഖ് ഹാദിറായി എന്ന് പറയണം. അതായത് പണ്ട് ഈ മുക്കാലി എന്ന് പറയും, ഒരു പലകമ്മ പൊടി വതറിയിട്ട് ലൈറ്റ് അണച്ചിട്ടാണ് ഇത് ചൊല്ലാൻ തുടങ്ങുക. ചൊല്ലി കുറെ അണച്ചിട്ടാണ് ഈഹും ഭ്രാന്തൊക്കെ കഴിഞ്ഞ് 303 ഈഹും 303 ലാ ലാ അല്ല ഇല്ല 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 ഇതൊക്കെ കഴിഞ്ഞാൽ അവസാനം കാണാൻ ലൈറ്റാണ് ഓൺ ചെയ്താൽ, ഓൺ ചെയ്യുമ്പോൾ ആ മുമ്പിൽ വെച്ച മുക്കാലുണ്ടാവും പലക, അതിൽ പൊടി വതറിയിട്ടുണ്ടാവും. അപ്പൊ അതിൽ കാണാൻ ഒരു കാലിന്റെ അടയാളം. മൂല്യര് പറയും, വന്നുപോയി. ആര്? പോക്കറ്റിൽ വന്നുപോയതല്ല, അത് ഇനി വരാൻ പോണുള്ളൂ. മറ്റത് ഷെയ്ഖ് വന്നുപോയി. കുടുംബക്കാരനെ സമാധാനപ്പെടുത്ത കാലിന്റെ അടയാളം. പക്ഷെ അത് പിടിച്ചു. അവസാനം എറണാകുളത്തിനാ പിടിച്ചത്. ഇങ്ങനെ അറിയോ, ഒരു ദിവസം ഇങ്ങനെ രാത്രി കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഈ പൊടി വതറും പലകയില്. അപ്പൊ കാലിന് ചവിട്ടിയാൽ അടയാളം കാണും. അപ്പൊ ഇത് ഷെയ്ഖിന്റെ കാലാന്നാ പറയാം. പക്ഷേ ഈ ചവിട്ടിയ കാല് ലൈറ്റ് ഇട്ട് നോക്കുമ്പോണ്ട് ഒരു വളവ്. അപ്പൊ ഒരു സാധു ചോദിച്ചു, മുഹ്യിദ്ദീൻ ശൈഖിന്റെ കാലിന് വളവ് ചട്ടക്കാലായിരുന്നോ എന്ന് ചോദിച്ചു. കക്കുമ്പോ കക്കാൻ പഠിക്കണ്ടേ, പൂത്തിയൊക്കെ പഠിക്കണ്ടേ? എത്ര വളവില്ലാത്ത കാലുള്ള മൂല്യന്മാരെ കൂട്ടത്തിലുണ്ട്. എന്തിനാ വളവുള്ള മൂല്യന്മാരെ ചവിട്ടിയത്? പിടിക്കപ്പെട്ടു. പിന്നെ ആ പണിയൊക്കെ പിടിച്ച് കുറവായി. പിന്നെ പിടിച്ചത് വയനാട്ടിലാ. ഇങ്ങനെ ആളുകളെ അങ്ങോട്ട് ഇടങ്ങറാക്കാതെ ആൾക്കാർക്ക് ഇത് വലിയ സന്തോഷം. മുഹ്യിദ്ദീൻ ശൈഖ് വരിക, റസൂല് വരിക, ഒക്കെ വരുന്ന പോലെ വിശ്വാസം. ഇവർക്ക് പൈസ കൊടുത്താൽ മതി. ഇതൊക്കെ ആത്മീയമായ ചൂഷണങ്ങളെ വ്യത്യസ്ത മേഖലകളാണ്. പോട്ടെ, ഏതായാലും ഇതൊക്കെ പരലോകത്ത് പുണ്യം കിട്ടുന്ന ചൊല്ലണത്. അപ്പൊ മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിങ്ങനെ ചൊല്ലുമ്പോ കഴുത്തിങ്ങനെ മുറിഞ്ഞപ്പോ മുറിയുമ്പോൾ മകനെ മാക്കാമീത് വേണ്ടെന്ന് ചൊന്നോവർ. മുഹ്യിദ്ദീൻ ശൈഖിന്റെ അടുക്കലേക്ക് റസൂൽ എന്ന് പറഞ്ഞു, പൊന്നാരന്റെ മോനെ, ഈ മക്കാമ് നമുക്ക് വേണ്ടടാ. മക്കാമ പറഞ്ഞ ഈ സ്ഥാനം വേണ്ട. നിന്റെ പേരിപ്പോ ഒന്നുമില്ലാണ്ട് പറയുമ്പോഴത്തേനും മുറിഞ്ഞു പോകുമ്പോ മോശമല്ലേ? ഇപ്പൊ എല്ലാ ആൾക്കാർക്കും ഇപ്പൊ അറിഞ്ഞോളന്നില്ലല്ലോ. ഈ മക്കാം ഏതായാലും വേണ്ട. അപ്പോഴോ ചൊന്ന പാടി പോലെ അന്ന് മുതൽ തൊട്ട് ജോഗിയ ഫിഅലാദൈ നീക്കപ്പെടുത്തിയോർ. ശരി, മുറിഞ്ഞു പോകണ്ടേ? എന്നാ പോകണ്ട, കൗത്തോടന്നോട്ടെ. മുറിഞ്ഞു പോകണ്ടെങ്കിൽ കടുത്തോടെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. പോണെങ്കിൽ പോകാം, പോകണ്ടെങ്കിൽ പോകണ്ട. എന്താ തീരുമാനങ്ങളൊക്കെ? ഇത് ചൊല്ലിയാ സ്വർഗുണ്ട്. നിങ്ങളത് ചൊല്ലിക്കോളി. അല്ല എന്താ പറയാ? വേണമെങ്കിൽ അവനവന് സ്വർഗം വേണമെങ്കിൽ ഈ ജാതിയൊക്കെ മാറ്റിവെച്ച് അള്ളാഹ് ഇറക്കിയ ഖുർആനും ഹദീസും യഥാർത്ഥമായ ദീനും മാർഗങ്ങളുണ്ട്. അതിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയോന്നെന്നെ അറിയാം. അതൊക്കെ ആൾക്കാർ കേട്ടാ
കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്നാലും അത് വിശ്വസിച്ചോളണം, അടുപ്പിച്ച് വിശ്വസിക്കണം, അടിച്ച് വിശ്വസിപ്പിക്കണം. അതിനെന്താ പണിന്നറിയോ? മുഹ്യിദ്ദീൻ മാലിന്റെ അവസാനത്തിലൊരു വരിയുണ്ട്. എന്താ? എന്റെ മൊഴികളെ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ. എന്റെ മാലയിലെ ഏതെങ്കിലും വരി തെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ കൊല്ലുന്ന നഞ്ഞാണ്. എന്നാ ഞാനൊക്കെ എന്നോ പോണ്ടതാ. അപ്പൊ എനിക്കുറപ്പായി ഇതൊക്കെ കേടാണ് എന്ന്. കാരണം ഈ ഇത്തരത്തിന് ഒരു അഡ്രസ്സും ഇല്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് സ്വർഗത്തിലേക്കുള്ള മാർഗാന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് മഹാത്മാക്കളുടെ മദ്ഹാണ്, മഹാത്മാക്കളെ ബഹുമാനിക്കലാണ്, മഹാത്മാക്കളെ ആദരിക്കല എന്ന് പറഞ്ഞിട്ട് ആളുകളെ കൂട്ടിയിരുത്തിയിട്ട് ചൊല്ലുക, പൈസ വാങ്ങിപ്പോവുക. ഇതിന്റെ പേര് ചൂഷണമാണ്, ബിദ്അത്താണ്, പരലോകത്തേക്ക് അപകടമാണ്. തിരിച്ചറിഞ്ഞോളൂ.